ഈ ഒരു ക്ലോക്കിൽ നോക്കി സമയം നോക്കാനും വേണം ഒരു ഭാഗ്യം. ഇവിടെ ഉള്ളവർക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ജാട ഉണ്ടായിരുന്നു. സംഭവം എന്ന് വെച്ചാൽ കേരള യൂണിവേഴ്സിറ്റിയുടെ കഥയാണ് ഞാൻ പറയാൻ പോകുന്നത്. രാവിലെ കാണുന്നത് ഇത്തരത്തിലുള്ള കിടിലം വ്യൂവും കണ്ടുകൊണ്ട് നമുക്ക് ഇന്ന് ചെയ്യാനുള്ള വർക്കിലോട്ട് തന്നെ നേരത്തെ ഇറങ്ങിയിട്ടുണ്ട്. അത് മാത്രമല്ല നമുക്കിന്ന് കേരള യൂണിവേഴ്സിറ്റി പോകണം. അതിന് വേണ്ടിയിട്ട് നമ്മുടെ പയ്യനെയും കൂടെ വിളിക്കാം. അദ്വൈ ഇന്ത്യൻ ഡിസൈൻസിന്റെ ഓണറായ അദ്വൈനെയാണ് നമ്മളെ വിളിച്ചുകൊണ്ട് പോകുന്നത്. അവനാകുമ്പോൾ യൂണിവേഴ്സിറ്റിക്കകത്ത് കിടന്ന് പൂണ്ട് വിളയുടെ ഒരുത്തനാണ്. അപ്പോൾ അവൻ എല്ലാ വഴി അവിടെ ചെന്നപ്പോൾ അവരുടെ സ്റ്റാഫുകളും മാത്രമല്ല അവൻ്റെ അമ്മയും കൂടെ ഉണ്ടായിരുന്നു. എല്ലാവരും ഒന്ന് പരിചയപ്പെട്ടതിന് ശേഷം അവിടെ നേരെ നമ്മൾ വെച്ചെടുത്ത് നേരെ യൂണിവേഴ്സിറ്റിയിലാണ്. കാരണം പോയിട്ട് വന്നിട്ട് നമുക്ക് വീണ്ടും അടുത്ത പരിപാടി പിടിക്കാൻ ഫൈനലി നമ്മളെ കേരളത്തിലുള്ള ഡിഗ്രി പിള്ളേരെ എടുത്തിട്ട് അമ്മാനമാടുന്ന ഏറ്റവും വലിയ സർവകലാശാലയിൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരളയിൽ നമ്മൾ എത്തിയിട്ടുണ്ട്. അവിടെ ചെന്നപ്പോൾ ഓരോ സ്ഥലത്ത് പോകുമ്പോൾ ഓരോന്നാണ് പറയുന്നത്. ആദ്യം അവിടെ പോയി ഇവിടെ പോയി ഇവിടെ പോയി അവിടെ പോയി മൊത്തത്തിൽ കൊണ്ട് എല്ലാം കൊണ്ടും തലപ്പുരാന്തെടുത്താണ്. ലാസ്റ്റ് നമ്മൾ അളിയനെ അതിൻ്റെ അകത്ത് കയറ്റി വിട്ടില്ല. കാരണം ഒരാൾക്ക് മാത്രമേ ഒരു സമയത്ത് അലോഡ് ഉള്ളൂ എന്നാണ് പറയുന്നത്. ഫൈനലി കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് അളിയൻ തമ്മിൽ വെളിയിരിക്കുകയാണ്. എനിക്ക് ഒന്നേ പറയുള്ളൂ, ഇവിടെ ഉള്ളവർക്ക് എന്തോ വലിയൊരു ജാടയുണ്ട്. എനിക്ക് തോന്നിയതാണോ അത് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു എക്സ്പീരിയൻസ് ആയോ എന്ന് ജസ്റ്റ് ഒന്ന് കമന്റിലൂടെ അറിയിക്കുക. കാരണം എൻ്റെ അടുത്ത് പെരുമാറിയത് അത്യാവശ്യം ജാടയിട്ടാണ്. അത് മാത്രമല്ല ഒരു ഗവൺമെന്റ് ജോലിയുള്ള അഹങ്കാരം അവരെല്ലാവരും എൻ്റെ അടുത്ത് കാണിച്ചു എന്നുള്ളത് മറ്റൊരു കാര്യം എന്ന് പറയുന്നത്. അതിന്റെ ക്ഷീണം മാറ്റാൻ വേണ്ടിയിട്ട് നമ്മുടെ തക്കയോടുള്ള കൂൾ സോൺ എന്ന് പറയുന്നത് ഇവിടെ കയറി ഓരോ അവക്കാട ഷേക്കും കൂടെ കുടിച്ചു. അങ്ങനെ അത് കഴിഞ്ഞ് നേരെ വെച്ചടിച്ച് വീണ്ടും നേരെ നമ്മൾ വർക്കിലോട്ട് കയറി. എന്തായിരുന്നു യൂണിവേഴ്സിറ്റി പോയ കാര്യങ്ങളെല്ലാം നടന്നിട്ടുണ്ട്. കുറച്ച് ജാട കണ്ടിട്ടായിരുന്നാലും കാരണം നമ്മൾ ആവശ്യമായിപ്പോയി. എന്തായാലും പരിപാടി എല്ലാം കഴിഞ്ഞ് രാത്രി ഒന്ന് ചില്ലാൻ വേണ്ടി റോഡിലോട്ട് ഇറങ്ങി. അപ്പോൾ ബാക്കി പരിപാടി ഇനി നാളെ.